വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ നങ്ങാരത്ത് പീടികയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കുന്നതിനിടെ യോഗവേദിക്ക് സമീപം ബോംബേറ്. ഒരാൾക്ക് പരിക്കേറ്റു. RSS ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM നേതാക്കൾ അറിയിച്ചു. KP ജിജേഷ് സ്മാരക മന്ദിരം ഉദ്ഘാടന പരിപാടിക്കിടെയായിരുന്നു ആക്രമണം. RSS പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകൻ ജിജേഷിന്റെ 9ാം രക്തസാക്ഷി ദിന അനുസ്മരണ സമ്മേളനത്തിനിടെയാണ് കോടിയേരി നങ്ങാരത്ത് പീടികയിൽ ബോംബേറുണ്ടായത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യവേ വേദിയിലേക്ക് എറിഞ്ഞ ബോംബ് 100 മീറ്റർ അകലെ വെച്ച് പൊട്ടിത്തെറിച്ചു. ബോംബേറിൽ നങ്ങാരത്ത് പീടികയിലെ CPIM പ്രവർത്തകൻ ശരത്തിന് പരിക്കേറ്റു. ബൈക്കിലെത്തിയ സംഘമാണ് ബോംബെറിഞ്ഞത്. പൊതുയോഗ സ്ഥലത്ത് സംഘം കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. ബോംബെറിഞ്ഞത് RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കലക്ടറുടെ നേതൃത്വത്തിൽ സമാധാന പൊതുയോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂരിലും സംസ്ഥാനത്താകെയുമുള്ള CPIM പ്രവർത്തകരിൽ പ്രകോപനവും നാട്ടിൽ സംഘർഷവും ഉണ്ടാക്കുന്ന വിധത്തിൽ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുയോഗത്തിന് നേരെ ബോംബെറിഞ്ഞിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത പൊതുപരിപാടിക്കിടെ RSS നടത്തിയ ബോംബാക്രമണത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപലപിച്ചു. പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് RSS ആക്രമണമെന്ന് CPM ആരോപിച്ചു. RSS ആക്രമണത്തെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അപലപിച്ചു. അക്രമത്തെ ജനാധിപത്യപരമായി നേരിടുമെന്ന് യെച്ചൂരി ട്വിറ്ററിൽ പ്രതികരിച്ചു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ആക്രമണത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപലപിച്ചു. അക്രമം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് CPIM പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. സംഘപരിവാർ നീക്കത്തിനെതിരെ ജാഗ്രത പുലർത്താനും സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിക്കാനും CPIM ആഹ്വാനം ചെയ്തു. ആക്രമണത്തെ ജനാധിപത്യപരമായി നേരിടുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. This is the clear pattern, time-tested pattern of the RSS BJP that through violence and through sharpening communal polarization, they seek to expand their political base. But the supremely secular and conscious people of Kerala are not going to allow them to succeed. The CPIM is determined to democratically fight and isolate such forces. ജനകീയ നേതാക്കളെ ആക്രമിക്കുന്നത് RSS BJP പ്രവണതയാണെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പ്രതികരിച്ചു. RSS ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നിയന്ത്രണം വിട്ട അക്രമോത്സുകതയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണെന്ന് DYFIയും കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കണമെന്ന് SFIയും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്. കശ്മീരിലെ കടുത്ത മഞ്ഞുവീഴ്ചയിൽ മരിച്ച സൈനികരുടെ എണ്ണം 10ആയി. ആർമി ക്യാമ്പിന് മുകളിലാണ് മഞ്ഞ് വീണത്. 10 പേരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. കശ്മീരിലെ ബന്ദിപ്പൂർ ജില്ലയിലുള്ള ഗുറൈസ് സെക്ടറിലാണ് മഞ്ഞുമല ഇടിഞ്ഞു വീണ 10 സൈനികർ മരിച്ചത്. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഇവിടെ ബുധനാഴ്ച രാത്രിയോടെയാണ് 2 തവണയായി ഹിമപാതമുണ്ടായത്. അപകടത്തിനു പിന്നാലെ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒരു ജൂനിയർ ഓഫീസർ ഉൾപ്പെടെ 7 സൈനികരെ രക്ഷപ്പെടുത്തി. 3 പേരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു. കശ്മീർ താഴ്വരയിൽ ഹിമപാതം മൂലം കരസേന ഓഫീസർ ഉൾപ്പെടെ 5 പേർ ഇന്നലെ മരിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മഞ്ഞുവീഴ്ച കഠിനമായതിനെ തുടർന്ന് ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചു. ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇന്നലെ റദ്ദാക്കി. സോനാമാർഗിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിലെ മേജർ അമിതാണ് ഹിമപാതത്തിൽപ്പെട്ട് മരിച്ച സൈനിക ഓഫീസർ. ഒരു പട്ടാളക്കാരൻ കൂടി മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട്. വീടിനു മുകളിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണ ബഡുഗ്രാം ഗ്രാമത്തിലെ ഒരു വീട്ടിലെ 4 പേരും മരിച്ചിരുന്നു. കര വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് താഴ്വരയിൽ പാചകവാതകം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്. പരമോന്നത റിപ്പബ്ലിക് ആയതിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് 68ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനായിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥി. എന്നാൽ റിപ്പബ്ലിക് പരേഡിൽ നിന്ന് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്രം ഒഴിവാക്കി. അതേസമയം പാക് അധിനിവേശ കാശ്മീരിൽ മിന്നലാക്രമണം നടത്തിയ സൈനികർക്ക് കീർത്തിചക്ര സമ്മാനിച്ചു.
രാജ്പഥിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി പതാക ഉയർത്തിയതോടെ ഇന്ത്യയുടെ 68ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനായിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥി. വിജയ് ചൌക്കിൽ നിന്ന് ചെങ്കോട്ട വഴി ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജവീതിയിലൂടെയുള്ള പരേഡ് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാർക്കൊപ്പം സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കര, നാവിക, വ്യോമസേന പ്രകടനങ്ങൾ പരേഡിൽ അണിനിരന്നു. 144 അംഗ നാവിക സംഘത്തെ തലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡന്റ് അപർണ നായരും വ്യോമവിഭാഗത്തെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും നയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര പീരങ്കി ധനുഷും തേജസ് എയർക്രാഫ്റ്റും പരേഡിൽ ശക്തി വിളിച്ചോതുന്നതായി. 149 അംഗ UAE സൈനിക വിഭാഗവും റിപ്പബ്ലിക് പരേഡിൽ ഭാഗമായി. ആദ്യമായാണ് ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക സംഘം റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ NSG സംഘവും ആദ്യമായി പരേഡിൽ പങ്കെടുത്തു. സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി 17 സംസ്ഥാനങ്ങളുടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ വർണ്ണാഭമായി. എന്നാൽ കേരളത്തിന്റെ ആശയം കേന്ദ്രം തള്ളിയതോടെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം പരേഡിൽ ഉണ്ടായില്ല. പരേഡിൽ വ്യോമാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ പഴുതടച്ച സുരക്ഷയിലായിരുന്നു റിപ്പബ്ലിക് പരേഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. പ്രവാസി ഇന്ത്യക്കാർക്കായുള്ള ആദരവ് കൂടിയായി അബുദാബി കിരീടാവകാശിയുടെ ദില്ലിയിലെ സാന്നിധ്യം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ മാധ്യമ സംഘത്തിൽ ഉൾപ്പെട്ട പീപ്പിൾ TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. UAE-യും ഇന്ത്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ, ചരിത്രപരമായ, സാമൂഹികമായ ബന്ധങ്ങൾക്ക് ദൃഢത പകർന്ന ഒരു ദിവസം കൂടിയാണിത്. UAE-യിൽ 26 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ഇത് അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല മന്ത്രിമാരുടെയും ഉദ്യോഗ സംഘവും ഇന്ത്യയും UAE-യും തമ്മിലുള്ള വാണിജ്യ, വ്യവസായ, ആഭ്യന്തര സുരക്ഷ, സൈനിക, യുദ്ധോപകരണങ്ങളുടെ മേഖലയുള്ള 16 കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് മാത്രം 7000 കോടി ഇന്ത്യയിൽ UAE ഈ കരാറിലൂടെയാണ്. ഇത് പ്രധാനമായും തുറമുഖം, റെയിൽവേ, വിമാനത്താവളം, ഊർജ്ജ മേഖലയിലാണ് ഈ പ്രധാന നിക്ഷേപം വരാൻ പോകുന്നത്. രാജ്യസഭരമായി ഇരു രാജ്യങ്ങൾ തമ്മിൽ സൈനികാഭ്യാസം, യുദ്ധോപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ വിവിധ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രസിഡന്റുമായും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും ഷെയ്ഖ് മുഹമ്മദ് ചർച്ച നടത്തുകയുണ്ടായി. ഇത് ഇരു രാജ്യങ്ങളുടെയും ഭാവി നിക്ഷേപങ്ങൾക്കും വികസനത്തിനും ഊർജം പകരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായിരിക്കും. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ UAE വാണിജ്യ വ്യാപാര മേഖലയിൽ ഒട്ടേറെ വാതിലുകൾ തുറന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും കിരീടാവകാശിയുടെ ഈ സന്ദർശനത്തോടൊപ്പം എത്തിയ മീഡിയ സംഘത്തു നിന്നും കൈരളി TVക്ക് വേണ്ടി EM അഷ്റഫ്. വാർത്തകൾ തുടരുന്നു. RSSകാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി RSS പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. RSSന്റെ പ്രവർത്തന ശൈലിയിൽ വന്ന മാറ്റത്തെ വിമർശിച്ചതിലും വധക്കേസുകളിൽ ഒറ്റിക്കൊടുത്തെന്നാരോപിച്ചുമായിരുന്നു കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് വിഷ്ണു പറഞ്ഞു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന രീതിയിൽ നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതിപ്പിച്ചുവെന്നും വിഷ്ണു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലത്തെ കശുവണ്ടി സമരത്തിൽ കർശന നിലപാടുമായി മുഖ്യമന്ത്രി. മുതലാളിമാർ ഏകപക്ഷീയമായി അടച്ചിട്ട ഫാക്ടറികൾ തുറന്ന ശേഷം മറ്റ് ചർച്ചകളാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കശുവണ്ടി മുതലാളിമാരെ ഇക്കാര്യം അദ്ദേഹം അറിയിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഉടമസ്ഥരുടെ യോഗം ചേർന്ന് നിലപാട് അറിയിക്കാമെന്ന ഉറപ്പിന്മേൽ ചർച്ച അവസാനിച്ചു. സമരം ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് CITUവിന്റെ മുന്നറിയിപ്പുമുണ്ടായി. തൊഴിലാളി താൽപര്യം സംരക്ഷിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പീപ്പിളിനോട് പ്രതികരിച്ചു. NCDCയുടെ 10ാമത് എൻക്ലേവും NCDC ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും കൊച്ചിയിൽ നടന്നു. KV തോമസ് MP അവാർഡ് ദാനം നിർവഹിച്ചു. സാമൂഹ്യ സേവന, മാധ്യമ, ബിസിനസ് മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് NCDC പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. സാമൂഹ്യ സേവന മേഖലയിൽ ജോസ് മാവേലി, ബിസിനസ് രംഗത്ത് ഡോക്ടർ V മോഹൻദാസ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി.